തിരുവല്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യ നഗരിയാണ് എന്ന് തിരുവല്ലയിൽ ചെന്നിറങ്ങുമ്പം തന്നെ അവിടെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം വലിയ രീതിയിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഈ അഭിമാനകരമായി എന്തെങ്കിലും നേട്ടം ആരെങ്കിലും നേടുന്നുണ്ട് ആരോഗ്യ മേഖലയിലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ മാനേജ്മെന്റുകളല്ല, മറിച്ച് ആ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്തുന്ന നിലനിർത്തുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അത്താഴ പ്രശ്നക്കാരായിട്ടുള്ള നഴ്സുമാർ കേവലം 40,000 രൂപയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നത് തന്നെ കേരളം നമ്പർ വൺ ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരിനും അതിനെ പുകഴ്ത്തി എഴുതുന്ന ആളുകൾക്കും ഇന്നാട്ടിൽ ജീവിക്കുന്ന മലയാളികൾക്കും ഒരു നാണക്കേടാണെന്നുള്ളത് തല താഴ്ത്തി ഞാൻ പറയുകയാണ്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ പല പല ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ലൈഫ് ഉണ്ട് എല്ലാവർക്കും. അത് തന്നെയാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. പ്രിയപ്പെട്ട നഴ്സുമാർക്കും അവർക്കൊരു ലൈഫ് ഉണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ പോയും ആരെ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും പരിചരിക്കാൻ മനസ്സ് കാണിക്കുന്ന പ്രിയപ്പെട്ട നഴ്സുമാരോട് ഈ സർക്കാർ കാണിക്കുന്ന ഈ അനീതിയെ കണ്ട് എന്ന് നടിച്ച് നമുക്ക് ആർക്കും ഇരിക്കാനാവില്ല. നമസ്കാരം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ സമരം ഓരോ ദിവസം കൂടുന്തോറും കടുത്തുകൊണ്ടിരിക്കുകയാണ്. 40,000 രൂപ മിനിമം വേതനം നൽകണം എന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് നഴ്സുമാർ സമരവുമായി രംഗത്ത് വന്നത്. 10,000-കണക്കിന് നഴ്സുമാരാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുത്തത്. ഈ സെക്രട്ടേറിയറ്റിലെ പരിപാടിക്ക് ശേഷം നഴ്സുമാർ മാനവീയം വീതിയിൽ സംഘടിക്കുകയും ചെയ്തു. ഇതിൽ ഈ ഒരു പരിപാടിയിൽ വളരെ വലിയ രാഷ്ട്രീയ പിന്തുണയാണ് ഈ ഒരു സമരത്തിന് ലഭിച്ചത്. ഈ ഒരു പരിപാടിയിൽ നിരവധി യുവ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അനൂപ് ആന്റണി, കോൺഗ്രസിൻ്റെ യുവ നേതാവായ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഞാൻ വരുന്നത് തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമുക്കറിയാം, തിരുവല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ വളരെ അഭിമാനത്തോടു കൂടി എഴുതി വെച്ചിട്ടുണ്ട്, തിരുവല്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യ നഗരിയാണ് എന്ന് തിരുവല്ലയിൽ ചെന്നിറങ്ങുമ്പം തന്നെ അവിടെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം വലിയ രീതിയിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേടുന്ന ആരോഗ്യരംഗത്ത് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് നേടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശരിയാണ്. ഇപ്പം തിരുവല്ലയിൽ 2 മെഡിക്കൽ കോളേജുകളുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. പക്ഷേ ഈ അഭിമാനകരമായി എന്തെങ്കിലും നേട്ടം ആരെങ്കിലും നേടുന്നുണ്ട് ആരോഗ്യ മേഖലയിലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ മാനേജ്മെന്റുകളല്ല, മറിച്ച് ആ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്തുന്ന നിലനിർത്തുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ എനിക്കറിയാം ഇവിടെയും ഉണ്ടാവും നിരവധി, കാരണം അത്രയധികം ആരോഗ്യ സ്ഥാപനങ്ങളുള്ള നാട്ടിൽ നിന്നാണ് വരുന്നത്. ആരോഗ്യ നഗരി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിനെ ആരോഗ്യ നഗരിയാക്കി മാറ്റിയത് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ്. അവരുടെ അധ്വാനമാണ്, അവരുടെ പ്രയത്നമാണ്. വളരെ അടുത്തു നിന്ന് എൻ്റെ കുടുംബത്തിലും നിരവധി നഴ്സുമാരുണ്ട്. എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലും പല സമയത്തും പല വലിയ വലിയ ചലഞ്ചസ് വന്ന സമയത്ത്, ആരോഗ്യപരമായ ചലഞ്ചസ് വന്നപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തിയത്, ഏറ്റവും അധികം സ്നേഹം തന്ന് ഞങ്ങളെ പിടിച്ചു നിർത്തിയത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ പോലുള്ള നഴ്സുമാരാണ്. അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ആരെങ്കിലും ഉണ്ട് ഈ ലോകത്തിലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തർക്കും, ഞങ്ങൾ എല്ലാവരും പൊതുപ്രവർത്തനത്തിൽ മേഖലയിലുള്ളവരാണെങ്കിലും ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സ്വകാര്യ സംഭാവന ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമായിരിക്കില്ല, അത് നഴ്സുമാരുടെ ഭാഗത്തു നിന്നായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിവിടെ നടക്കുന്ന ഈ സമരം സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡിന്റെ സമയത്ത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹമാണ് കോവിഡിന്റെ വാക്സിൻ എടുക്കാൻ അദ്ദേഹം ആശുപത്രിയിൽ പോയി. അന്ന് അദ്ദേഹത്തിന് ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ എടുക്കാൻ പോയത് മലയാളിയായ ഒരു നഴ്സായിരുന്നു. എന്നോട് ജാസ്മിൻ പറയുകയായിരുന്നു, ഭാരതത്തിലുള്ള 35 ലക്ഷം നഴ്സുമാരിൽ ഏകദേശം 80-85% കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരാണ് ഇന്ന് ഭാരതത്തിന്റെ ഒട്ടേറെ സ്ഥലങ്ങളിൽ നഴ്സുമാരായി പ്രവർത്തിക്കുന്നത്. ഭാരതത്തിൽ ഒട്ടേറെ യാത്രയായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഏതൊരു മുക്കിൽ മൂലിൽ പോയാലും, ഭാരതത്തിൽ ഏതൊരു ഭാഗത്ത് പോയാലും, ഏതൊരു കോണിൽ പോയാലും അവിടെ നഴ്സുമാരായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരെയും കാണാൻ സാധിക്കും. അത്രയേറെ ലോകത്തിന്റെ ഏത് കോണിൽ പോയും
ആരെ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും പരിചരിക്കാൻ മനസ്സ് കാണിക്കുന്ന പ്രിയപ്പെട്ട നഴ്സുമാരോട് ഈ സർക്കാർ കാണിക്കുന്ന ഈ അനീതിയെ കണ്ട് എന്ന് നടിച്ച് നമുക്ക് ആർക്കും ഇരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഒരുമിച്ച് ഇന്നിവിടെ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളെല്ലാം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെടുന്നവരാണ്. എന്നിരുന്നിട്ടും കൂടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് നിൽക്കുന്നത് കാരണം വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് നമ്മളിവിടെ അഭിസംബോധന ചെയ്യുന്നത്, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും 40,000 രൂപ ഒരു ശമ്പളം എന്ന് പറയുന്നത് അന്യായമായി ചോദിക്കുന്ന ഒന്നല്ല. നമ്മളിടുന്ന എഫേർട്ടിന്, നമ്മളിടുന്ന അധ്വാനത്തിന്, നമ്മളിടുന്ന പ്രയത്നത്തിന് അർഹമായിട്ടുള്ള ഒരു കൂലി മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലും തരാൻ മനസ്സ് കാണിക്കാത്ത ഈ സർക്കാർ, എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ഫ്ലെക്സുകൾ വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലൈഫ് ഉണ്ട് എല്ലാവർക്കും. ഞാനത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഫ്ലെക്സിൽ കണ്ടിട്ടുണ്ടാവും, ഈ പിണറായി വിജയൻ സർക്കാരിന്റെ പല പല ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ലൈഫ് ഉണ്ട് എല്ലാവർക്കും. അത് തന്നെയാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. പ്രിയപ്പെട്ട നഴ്സുമാർക്കും അവർക്കൊരു ലൈഫ് ഉണ്ട്. ആ ലൈഫിന് നേരെ മുഖം തിരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരസ്യ പരിപാടികൾ, ഈ PR പരിപാടികൾ കൊണ്ട് മാത്രം നഴ്സുമാരെയും ഈ കേരളത്തിലെ ജനങ്ങളെയും പറ്റിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതണ്ട. വളരെയധികം വിഷമത്തോടുകൂടി ഒരു ചെറിയ അപമാന ഭാരത്തോടു കൂടി തന്നെ പറയുകയാണ്, ഈ ആരോഗ്യമന്ത്രി വരുന്നത് ഞങ്ങളുടെ ജില്ലയായിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്നാണ്. ഞങ്ങളുടെ തിരുവല്ലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലത്തിന്റെ MLA കൂടിയാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി. അതുകൊണ്ട് തീർത്തും അപമാന ഭാരത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ സമരം വെറുതെ ആവില്ല, ഈ സമരം വൃഥാവിലാവില്ല. ഈ സമരത്തോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും ഈ സമരത്തിനോടൊപ്പം ഉണ്ട്. ഈ സമരം നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശബരി പറഞ്ഞു, മാനവീയം വീതി കണ്ട ഏറ്റവും വലിയ സമരമായിരിക്കും ഇതെന്ന്. എന്നാൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് മാനവീയം വീതി കണ്ട ഏറ്റവും വലിയ സമരം മാത്രമായിരിക്കില്ല, ഇത് ഭാരതം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സമരങ്ങൾക്ക് ഒന്നായി മാറും. അതിന് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മാനവീയം വീതി കഴിഞ്ഞ വർഷമാണ് സർക്കാരും കോർപ്പറേഷനും നവീകരിച്ചത്. പണ്ടൊക്കെ വലിയ സമരങ്ങളും വലിയ സഹന പോരാട്ടങ്ങളും കണ്ടിട്ടുള്ള ഈ മാനവീയം വീതി ഈ കഴിഞ്ഞ ഒരു വർഷമായി നമ്മളെല്ലാവരും അറിയുന്നത് ഒരു എൻജോയ്മെൻറ്റിൻ്റെ സ്ഥലവും അതോടൊപ്പം തന്നെ റിക്രിയേഷൻ്റെ സ്ഥലവും, ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടൊരു തല്ലുകൂടുന്ന സ്ഥലമായിരുന്നു കാണുന്നത്. പക്ഷെ അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മുല്ലപ്പൂ വിപ്ലവമായി, ഒരു മുല്ലപ്പൂ വസന്തമായി നിങ്ങളെല്ലാവരും അണിയുന്ന ഈ സമരം ഇന്ന് ഒരുപക്ഷെ മാനവീയം വീതി ഈ റെനോവേഷൻ കണ്ടതിന് ശേഷം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സമരം സംഘടിപ്പിച്ച UNA-യിലെ എല്ലാ സഹപ്രവർത്തകർക്കും ആദ്യമേ തന്നെ എല്ലാ സമരാഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. ഞാൻ കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് വരുന്ന, ഏറ്റവും പണം കൊയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അതൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ആരോഗ്യ മേഖല. ഇവിടെ അമേരിക്കയിലെയും സിംഗപ്പൂരിലെയും ജപ്പാനിലെയും വലിയ ഫണ്ടുകൾ, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ അടക്കം കേരളത്തിലെയും ഇന്ത്യയിലെയും ഹോസ്പിറ്റലുകളെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമുള്ള പൂജ്യങ്ങളുള്ള കോടികൾ ചേർത്ത് 50%, 60% ഒക്കെ വാങ്ങിക്കുമ്പോൾ കേരളത്തിലെ തന്നെ പ്രൈവറ്റ് ആശുപത്രി രംഗം ഈ പറഞ്ഞ വൻകിട ഭീമന്മാർ കൈയിറക്കി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആഗോള ഭീമന്മാർ, ഞാനാരും അവർക്ക് എതിരല്ല, നമ്മളും എതിരല്ല, ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിക്ഷേപം നടത്തണമെങ്കിൽ അത് വലിയ ലാഭമുള്ള ഒരു സെക്ടറാണെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ലാഭമുള്ള സെക്ടറിൽ ചില കണക്കുകൾ പറയുന്നത് 19,000 കോടി രൂപ വരെ ടോട്ടൽ റവന്യൂ പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന പ്രൈവറ്റ് ആരോഗ്യ മേഖലയിലെ ഇത്തരത്തിലുള്ള നിങ്ങളെപ്പോലത്തെ നഴ്സുമാർ, അത്താഴ പ്രശ്നക്കാരായിട്ടുള്ള നഴ്സുമാർ കേവലം 40,000 രൂപയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നത് തന്നെ കേരളം നമ്പർ 1 ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരിനും അതിനെ പുകഴ്ത്തി എഴുതുന്ന ആളുകൾക്കും ഇന്നാട്ടിൽ ജീവിക്കുന്ന മലയാളികൾക്കും ഒരു നാണക്കേടാണെന്നുള്ളത് തല താഴ്ത്തി ഞാൻ പറയുകയാണ്. മലയാളികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്താണ്? ലോകത്ത് എവിടെ പോയാലും മലയാളികളുണ്ട്. ഈ ലോകത്ത് എല്ലായിടത്തും പോയാൽ മലയാളികളുണ്ടെന്ന് പറയുന്നതിന്റെ പ്രഥമ ദൃഷ്ടാന്ത്യം നിങ്ങളെപ്പോലത്തെ നഴ്സുമാരാണെന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. നാട്ടിൽ ഏത് രാജ്യത്ത് പോയാലും, ഏത് ചെറിയ ഗ്രാമത്തിൽ പോയാലും, യൂറോപ്പിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, അമേരിക്കയിൽ പോയാലും, ലാറ്റിൻ അമേരിക്കയിൽ പോയാലും, ചെറിയ ഗ്രാമങ്ങളിൽ പോലും
അല്ലെങ്കിൽ NHS അടക്കമുള്ള സംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ മലയാളികളുടെ കരുത്താണെന്ന് പറയുന്നത് ഡോക്ടർമാരോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സംഗീതജ്ഞരോ ശാസ്ത്രജ്ഞരോ കാരല്ല. ഏറ്റവും ബേസിക് യൂണിറ്റായി ഹോസ്പിറ്റലുകളിലും കെയർ സെന്ററുകളിലും കെയർ ഗിവിംഗ് ഹോംസിലും നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വർഗക്കാരായിട്ടുള്ള നഴ്സിംഗ് മേഖലയിലുള്ള ആളുകളുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളുള്ള ഒരുപക്ഷെ കേരളത്തിന്റെ ഈ സാമ്പത്തിക ഭദ്രത എന്ന് പറയുമ്പോൾ, കേരളത്തിൽ വലിയ വരുമാനമുണ്ടെന്ന് പറയുമ്പോൾ, മിനിഞ്ഞാന്നും മന്ത്രി ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനം കേരളമാണെന്ന് അഭിമാനത്തോടെ ഞാനടക്കം പറയുമ്പോൾ അതിനൊക്കെ കാരണക്കാർ നിങ്ങളടക്കമുള്ള ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഓരോ പൊതുപ്രവർത്തകന്റെയും ധർമ്മയാണ്. 40,000 രൂപ വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റും ഒരു ആവശ്യവുമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് എത്രയോ മേഖലകളിൽ ശമ്പളം വർദ്ധിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ജയിലിൽ പണിയെടുക്കുന്നത്, ജയിലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ കാർപ്പൻട്രി പണി ചെയ്യുന്നതും സ്മിത്തി പണി ചെയ്യുന്നതും തുന്നുന്ന ആളുകൾക്കും കഞ്ഞി വെക്കുന്ന ആളുകൾ പോലും ജയിലിലുള്ള ജയിൽ ഇൻമേറ്റ്സിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ ഇന്നാട്ടിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന, കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 70% ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പണം ചിലവാക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ടൂറിസം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അടക്കം പറയുന്ന ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഇതെല്ലാം പിടിച്ചു നിർത്തുന്ന ആളുകളായിട്ടുള്ള നഴ്സുമാരുടെ ശമ്പളം മിനിമം 40,000 ആക്കണമെന്നുള്ള ഈ ആവശ്യം, ഇത് കേട്ടാൽ ആരും അന്യായമാണെന്ന് പറയത്തില്ല. കാരണമുണ്ട്. കാരണം ഈ 3.5 കോടി മലയാളികളിൽ ഒരു ആശുപത്രിയിൽ പോയി ഒരു നഴ്സിന്റെ പേരറിയാത്ത, എൻ്റെ അച്ഛൻ എത്രയോ കാലം ഹോസ്പിറ്റലിൽ കിടന്ന ഒരാളാണ്. ആ സമയത്തൊക്കെ അവിടെ വന്ന് നഴ്സുമാരെ, അത് കേരളത്തിലാകട്ടെ ബാംഗ്ലൂരാകട്ടെ അല്ലെങ്കിൽ വിദേശത്താകട്ടെ, മാലാഖമാരെ പോലെ കണ്ട ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഈ ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി പോരാടുന്ന സംഘടന, അത് രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും പുതിയ ഒരു വസന്തം വരുമ്പോൾ, പുതിയ ഒരു കാലം വരുമ്പോൾ ഇത്തരത്തിൽ സമരം ചെയ്യാതെ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള നിങ്ങളുടെ അവകാശം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സർക്കാർ ഉണ്ടാകും എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മാനവീയ വീതിയുടെ ഹൃദയം കൈയടക്കി ഈ മാനവീയ വീതിയിൽ നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിലെ ആളുകൾക്ക് എന്താണ് അതിജീവനം, എന്താണ് ഈ നാട്ടിലെ ആവശ്യം എന്ന് മനസ്സിലാക്കിയ നിങ്ങൾ ഓരോ ആളുകൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, സമര അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ നന്മകൾ നേരുന്നു. ജയ് ഹിന്ദ്.